ഫൈനലി നെവിൻ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നെവിൻ ക്യാപ്റ്റൻ ആവണം എന്നുള്ളത്. നെവിൻ ആ ഒരു വീട് ഫുള്ള് ഭരിക്കാൻ കിട്ടിയാൽ നെവിൻ എങ്ങനെ ഭരിക്കും എന്ന് കാണാനായിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ആ ഒരു നോട്ടിന്റെ വന്നപ്പോൾ ഞാനും ആഗ്രഹിച്ചു നെവിൻ ആവണം എന്നുള്ളത്. അപ്പോ നെവിന്റെ നോമിനേഷൻ സംഭവത്തില് പറഞ്ഞ അപ്പാനിയുടെ ഡബിൾ സ്റ്റാൻഡ് അല്ല, എത്ര കാലുണ്ടോ മോർ ദാൻ ദാറ്റ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിക്കുമ്പോൾ ഒരു ഒരു ലൈക്ക് നമ്മുടെ ക്യാരക്ടറും കൂടിയാണ് റിവീൽ ആവുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് അല്ല, എഡിറ്റഡ് ആണ്. ഈ എഡിറ്റഡ് എന്ന് പറയുന്നത് തന്നെയാണ് വെരി പോയ്സണസ് ആയിട്ടുള്ള സംഭവം. ആരെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവരുടെ സൈഡാണ് പുറത്തോട്ട് കാണിക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കാണിക്കത്തില്ല. അപ്പം അതിനകത്ത് മേ ബി കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നെവിൻ ഔട്ട് ആവുക, നെവിൻ ക്വിറ്റ് ചെയ്യാൻ പോകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ നീ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നെവിൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ നിന്നെ അകത്ത് കയറ്റാൻ എന്തൊക്കെ ചെയ്തു എന്നറിയാമോ എന്നുള്ള അപ്പാനിയുടെ ക്രിഞ്ച് ഡയലോഗ് നെവിൻ നൈസായിട്ട് തൂക്കിയിട്ടുണ്ട്. അത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയല്ല. നീ പോയി ചാടറാന്ന് പറഞ്ഞിട്ട് അത് കേട്ട് പോയി ചാടിയിട്ട് തിരിച്ചു വന്നിട്ട് അയ്യോ കാലൊടിഞ്ഞോടാന്ന് ചോദിക്കുന്നത് ഒരുമാതിരി ലോട്ട് ഓഫ് പേരുണ്ട് ഇങ്ങനെ പറയുന്നവർക്ക്, അത് ഞാൻ പറയുന്നില്ല. അപ്പൊ നെവിൻ നൈസായിട്ട് അത് അപ്പാനിയുടെ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് മോർ ദാൻ ഒരു ഫേക്ക് ഫേസ് കീറിയിട്ടുണ്ട്. ഇപ്പുറത്തൊന്ന് പറയുന്നു, ഇപ്പുറത്ത് വേറെ ഒന്ന് പറയുന്നു. അപ്പൊ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഇത് സ്ട്രാറ്റജി ആണോ, സമാധാനിപ്പിക്കലാണോ, സ്വഭാവമാണോ, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, എനിക്ക് അത് ഇഷ്ടമായില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ മോശമായ രീതിയിൽ അവിടെ സംസാരിച്ചതുമെല്ലാം അപ്പാനിക്ക് കുറെ വാണിംഗ് കൊടുക്കുന്നുണ്ടെങ്കിലും അപ്പാനി ദേഷ്യം വരുമ്പോ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ നെവി അനീഷിനെയൊക്കെ ആണെങ്കിലും സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ കാണിക്കുക, അതൊക്കെ പുള്ളി പഞ്ചായിട്ടാണ് പുറത്തേക്ക് എടുക്കണേ. യുനോ എനിക്കത് അറിയത്തില്ല. മേ ബി ഈ ഒരു ഗെയിം സ്ട്രാറ്റജിയെ പുറത്തേക്ക് എടുത്തു എന്ന് പറയുമ്പോൾ അപ്പാന് ഒരുപക്ഷെ പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോണത് എന്റെ ബുദ്ധിപരമായ സ്ട്രാറ്റജി. ഒരിക്കലും ബുദ്ധിപരമായ സ്ട്രാറ്റജി അല്ല. കാരണം ഒരിടത്തൊന്നും പറയാം ഒരിടത്ത് വേറൊന്നും പറയാന്ന് പറയുന്നത് തന്നെ ക്യാരക്ടർലെസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചിന്തിക്കുന്നില്ല. നെവിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ നെവിന്റെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ ആ ഒരു ഒറ്റ സാധനത്തിൽ നെവിൻ അപ്പാനിയുടെ ആ ഒരു ഫേസ് കീറി എന്നുള്ളതിൽ അത് നെവിന്റെ ബ്രില്യൻസ് ആണ്. സോ നോമിനേഷനിൽ ഈ ഒരു സംഭവം എടുത്തിട്ട് ആ ഒരു ഇതിൽ നോമിനേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു അതൊരു ഡബിൾ സ്റ്റാൻഡ്, ആ ഒരു ഡബിൾ സ്റ്റാൻഡിനെ തൂക്കി പ്രേക്ഷകരുടെ മുന്നിലോട്ടും അല്ലെങ്കിൽ നോമിനേഷൻ ആ ഒരു കാർഡ് എടുത്തിട്ടതിലും അത് വളരെ നല്ലൊരു എന്താ പറയാ, ലൈക്ക് അവിടെ എല്ലാവരും ഓരോരുത്തർ രീതിയിൽ ഗെയിം സ്ട്രാറ്റജി കളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് എത്തിക്സ് എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു വൈബ് ആണ്. പക്ഷെ പോയപ്പോ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആളെ പുറത്തിട്ടിട്ട് മേ ബി തിരിച്ചു വരുന്ന വിചാരിച്ചിട്ടുണ്ടാവില്ല. തിരിച്ചു വന്നപ്പോ എന്തായി വേറെ പ്ലേറ്റ് മാറ്റി.